ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2023 ഫെബ്രുവരി 1 മുതൽ 10 വരെയുള്ള കുറച്ച് പ്രധാന ചോദ്യങ്ങൾ നോക്കാം. UK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ബഹുമതി നേടിയ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി കടത്ത് തടയാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ്. കെമു, കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ്. അടുത്തിടെ കണ്ടെത്തിയ ഹിബ്ബർ ടോപ്റ്റെറസ് ലാംസ്ഡെല്ലി ഏതിനത്തിൽ പെട്ടതാണ്? തേൾ. തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇന്ത്യൻ ടെക്കികളെ ക്ഷണിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. തുടർച്ചയായി 3-ാം വർഷവും ലോകത്ത് ഏറ്റവുമധികം വിറ്റഴിക്കപ്പെടുന്ന കാർ നിർമ്മാതാക്കളായി തങ്ങളുടെ സ്ഥാനം നിലനിർത്തിയ കമ്പനി ഏതാണ്? ടൊയോട്ട. 2023 ജനുവരിയിൽ ATP റാങ്കിങ്ങിൽ ഏത് ടെന്നീസ് കളിക്കാരനെ മറികടന്നാണ് നൊവാക് ജോക്കോവിച്ച് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്? കാർലോസ് അൽഖാരാസ്. രാജ്യത്തെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടൂറിസം മന്ത്രാലയം ആരംഭിച്ച സംരംഭം ഏതാണ്? വിസിറ്റ് ഇന്ത്യ ഇയർ 2023. സംസ്ഥാന സർക്കാർ വകുപ്പുകളിലെ റിക്രൂട്ട്മെൻറ്റിന് 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാക്കിയ സംസ്ഥാനം? ഗോവ. അടുത്ത 1 വർഷത്തിനുള്ളിൽ 250 സ്ഥലങ്ങളിൽ 1500 സ്കൂട്ടറുകൾ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. 10,000 പുതിയ MSMEകൾ രജിസ്റ്റർ ചെയ്ത ആദ്യ ജില്ല ഏതാണ്? എറണാകുളം. പശ്ചിമഘട്ടത്തിലെ താഴ്ന്ന ഉയരത്തിലുള്ള ബസാൾട്ട് പീഠഭൂമി ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത്? മഹാരാഷ്ട്രയിലെ താനെയിൽ. സമീപകാല RBI പഠനമനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ GST നഷ്ടപരിഹാരം ലഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. സാമ്പത്തിക സർവേ പ്രകാരം 2023-24 ഇന്ത്യൻ സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയാണ്? 6.5%. മലിനീകരണം നേരിടാൻ റിയൽ ടൈം സോഴ്സ് അപ്പോർഷൻമെൻറ്റ് സൂപ്പർസൈറ്റ് ആരംഭിച്ചത് എവിടെ? ന്യൂഡൽഹിയിൽ. കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി 2023 ഫെബ്രുവരി മുതൽ നടപ്പാക്കുന്ന പദ്ധതി ഏത്? കേരളം സുരക്ഷിത ഭക്ഷണ ഇടം. ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനം? വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ. അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്ന തുറമുഖം ഏതാണ്? ഇസ്രായേലിലെ ഹൈഫ തുറമുഖം. ഇന്ത്യയിൽ സിനിമാ തിയേറ്റർ ഉള്ള ആദ്യത്തെ വിമാനത്താവളം? ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളം. പോപ്പ് സംഗീതജ്ഞൻ മൈക്കൽ ജാക്സന്റെ ജീവചരിത്രം പ്രമേയമാകുന്ന ചിത്രത്തിൽ ജാക്സനെ അവതരിപ്പിക്കുന്നത് ഏത് നടനാണ്? ജാഫർ ജാക്സൺ. 2020-ൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ? യുസ്വേന്ദ്ര ചാഹൽ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി? ചെന്നൈയിലെ കൂവം നദി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞ? സി ലളിത. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച പ്രശസ്ത സംവിധായകൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്തിടെ പുറത്തിറക്കിയ അന്താരാഷ്ട്ര നാണയനിധിയുടെ റിപ്പോർട്ട് പ്രകാരം
2023 സാമ്പത്തിക വളർച്ചയുടെ കേന്ദ്രമായി മാറുന്ന രാജ്യങ്ങൾ: ഇന്ത്യ, ചൈന. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിന് അർഹനായ ഇന്ത്യൻ ക്രിക്കറ്റർ ശുഭ്മാൻ ഗിൽ. ഗവൺമെൻറ് IT പാർക്കുകൾക്ക് കീഴിൽ വർക്ക് നിയർ ഹോം സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകിയ സംസ്ഥാനം: കേരളം. 2023 MK അർജുനൻ ഫൗണ്ടേഷൻ സംഗീത പുരസ്കാരം നേടിയത് വിദ്യാധരൻ മാസ്റ്റർ. സംസ്ഥാനങ്ങളിൽ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബജറ്റിലെ പദ്ധതി ഏത്? PM പ്രണാം പദ്ധതി. 2023 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 തവണ ബജറ്റുകൾ അവതരിപ്പിച്ച വനിത എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. പൂനെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി. സംവിധാനം ജയരാജ്. ഈ വർഷം US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന ഇന്ത്യൻ വംശജ നിക്കി ഹേലി. ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബജറ്റിലെ പദ്ധതി: പ്രധാനമന്ത്രി PVTG വികസന മിഷൻ. കേന്ദ്ര ബജറ്റിൽ പുതിയതായി അവതരിപ്പിക്കപ്പെട്ട വിമാനത്താവളങ്ങളുടെ എണ്ണം എത്ര? 50. 2047 ഏത് രോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളാണ് കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചത്? അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ. 2023 ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡിയോർ നേടിയ മലയാളി ഡോക്ടർ VR ലളിതാംബിക. $5 നോട്ടിൽ നിന്ന് ഉൾപ്പെടുത്തിയിരുന്ന ബ്രിട്ടീഷ് രാജചിത്രം ഒഴിവാക്കാൻ തീരുമാനിച്ച രാജ്യമേത്? ഓസ്ട്രേലിയ. കേരള ആസൂത്രണ ബോർഡിൻ്റെ പുതിയ സാമ്പത്തികാവലോകന റിപ്പോർട്ട് പ്രകാരം 2021-22 കേരളം കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? 12.01%. ലോകത്ത് ആദ്യമായി ഡ്രൈവറില്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യമേത്? സ്കോട്ട്ലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ജയിൽ തുറന്ന രാജ്യമേത്? എൽ സാൽവദോർ. 2023 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കാഴ്ചാ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിനായുള്ള നേത്രാരോഗ്യ പദ്ധതി: നേർക്കാഴ്ച. പുസ്തക രൂപത്തിലുള്ള 2023 കേരള ബജറ്റ് പ്രസംഗത്തിൻ്റെ മുഖചിത്രമായ ശില്പം: ബേർഡ് ഇൻ സ്പേസ്. 2023 മൂലൂർ സ്മാരക സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഷീജ വക്കം. ശിഖണ്ഡിനി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ഗാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ജയ് ജയ് മഹാരാഷ്ട്ര മാസ. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം നടന്ന രാജ്യങ്ങൾ: തുർക്കി, സിറിയ. വയോജനങ്ങൾക്ക് സൗജന്യമായി തീർത്ഥാടന യാത്രകൾ സാധ്യമാക്കുന്ന മുഖ്യമന്ത്രി തീർത്ഥദർശൻ യോജന ആരംഭിച്ച സംസ്ഥാനം: മധ്യപ്രദേശ്. പ്രവർത്തനത്തിലിരിക്കെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യ സർവകലാശാലയായി മാറിയത്? വിശ്വഭാരതി സർവകലാശാല, ബംഗാൾ. അടുത്തിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട സാരസ്വതം എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? കലാമണ്ഡലം സരസ്വതി. UAEയിലെ അൽ മിൻഹാദിന് നൽകപ്പെട്ട പുതിയ പേരെന്ത്? ഹിന്ദ് സിറ്റി.
ഏറ്റവുമധികം ഗ്രാമി പുരസ്കാരങ്ങൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് നേടിയ അമേരിക്കൻ ഗായിക ബിയോൺസെ. 32 പുരസ്കാരങ്ങളാണ് ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. വിക്ടർ സിറ്റി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? സൽമാൻ റുഷ്ദി. തീവണ്ടി ഗതാഗതം പൂർണ്ണമായി നിർത്തലാക്കി ചരിത്ര സ്മാരകമാക്കി മാറ്റിയ തമിഴ്നാട്ടിലെ പാലം പാമ്പൻ പാലം. കേരള സർക്കാർ സംഘടിപ്പിച്ച വ്യോമസേനയുടെ സൂര്യകിരൺ അഭ്യാസ പ്രകടനം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് ശംഖുമുഖം കടൽ തീരത്ത്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ ഭാഗമായുള്ള മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? പെഗ്ഗി മോഹൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എവിടെയാണ്? കോഴിക്കോട്. ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കളായ ഭാരതി എയർടെൽ കൊച്ചിക്ക് ശേഷം 5G സേവനം ആരംഭിക്കുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ വന്ദേ മെട്രോ. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള ആകെ കടുവകളുടെ എണ്ണം 2967. ഏറ്റവുമധികം കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് 526. രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടക 524. കേരളത്തിൽ 190 കടുവകളാണ് ആകെ ഉള്ളത്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എവിടെയാണ് ഏറ്റവും വലിയ ഹ്യൂമൻ റെഡ് റിബൺ ചെയിൻ നിർമ്മിച്ചത്? ഭുവനേശ്വർ. ഇന്ത്യയിലെ സൈനികർക്ക് വേണ്ടി ബാങ്ക് ഓഫ് ബറോഡ ആരംഭിച്ച ക്രെഡിറ്റ് കാർഡ് വിക്രം ക്രെഡിറ്റ് കാർഡ്. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കേരള നോളജ് ഇക്കണോമിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി തൊഴിലരങ്ങത്തേക്ക്. ഭൂമിയുടെ ഏത് ഭാഗമാണ് ഈ അടുത്ത് എതിർദിശയിൽ തിരിയാൻ തുടങ്ങിയത്? ഇന്നർ കോർ. 2023 ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഗീതജ്ഞൻ റിക്കി കേജ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതി നടപ്പിലാക്കുന്ന കേന്ദ്ര മന്ത്രാലയം ഏതാണ്? നൈപുണ്യ വികസന മന്ത്രാലയം. അടുത്തിടെ പ്രഖ്യാപിച്ച മഹിളാ സമ്മാൻ ബചത് പത്രയുടെ സ്ഥിര പലിശ നിരക്ക് എത്രയാണ്? 7.5%. 2023 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച PM വികാസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? കലാകാരന്മാർ. ലാബ് ഗ്രൗണ്ട് ഡയമണ്ടുകളെക്കുറിച്ച് ഗവേഷണം നടത്താൻ ഏത് സ്ഥാപനത്തിനാണ് 242 കോടി രൂപ ഗ്രാൻഡ് നൽകുന്നത്? IIT മദ്രാസ്. ഈ അടുത്ത് വാർത്തയിൽ കണ്ട യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായും അറിയപ്പെടുന്ന ധോലാവിര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിൽ. ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ആൻഡ് കൺസ്ട്രക്ഷൻ സേവന സ്ഥാപനമാണ് വാപ്കോസ്? ജലശക്തി മന്ത്രാലയം. 100-ലധികം വാതുവെപ്പുകളും വായ്പ നൽകുന്ന ചൈനീസ് ആപ്പുകളും തടയാൻ ഉത്തരവിട്ട കേന്ദ്ര മന്ത്രാലയം ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം. സുപ്രീം കോടതിയുടെ 73ാം സ്ഥാപക ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? സിംഗപ്പൂർ ചീഫ് ജസ്റ്റിസ് സുന്ദരേഷ് മേനോൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചോപ്പർ പ്ലാന്റ് ഹെലികോപ്റ്റർ നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത്? കർണാടകയിൽ. കേന്ദ്ര ബജറ്റിൽ പരാമർശിച്ച
അപ്പർ ഭദ്ര പദ്ധതി ഏത് സംസ്ഥാനത്താണ് നടപ്പാക്കുന്നത്? കർണാടകയിൽ. റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഏത് രാജ്യം ആസ്ഥാനമാക്കിയുള്ള മാലിബാൻ ബിസ്ക്കറ്റ് മാനുഫാക്ചറികളുമായാണ് പങ്കാളിത്തം പ്രഖ്യാപിച്ചത്? ശ്രീലങ്ക. 20,000 കർഷകരെ ഉൾപ്പെടുത്തി 150 കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിൽ പുഷ്പകൃഷി ദൗത്യത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതാണ്? ആസാം. ഹരിത പദ്ധതികൾക്കായി ആദ്യമായി സോവറിൻ ഗ്രീൻ ബോണ്ട് നൽകിയ ബാങ്ക്? RBI. ഏത് സംസ്ഥാനത്താണ് വോക്സൺ യൂണിവേഴ്സിറ്റി പെൺകുട്ടികൾക്കായി പ്രൊജക്റ്റ് ആസ്പിരേഷൻ ആരംഭിക്കുന്നത്? തെലങ്കാനയിൽ. ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ഡോളി ജഹൂറിനെയും ഇല്യാസ് കാഞ്ചനെയും ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹരായി പ്രഖ്യാപിച്ച രാജ്യം? ബംഗ്ലാദേശ്. സമഗ്ര ശിക്ഷാ അഭിയാൻ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം? വ്യാഴം. 92 ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിന് ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ അംഗനവാടി ജീവനക്കാർക്കായി ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? അങ്കണം. ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടുന്ന മേരോ റൂഖ് മേരോ സന്തതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? സിക്കിം. കേരളത്തിൽ ഹൈഡ്രജൻ ഇന്ധന ഹബ്ബ് നിലവിൽ വരുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? കൊച്ചിയും തിരുവനന്തപുരത്തും. കേരള സർക്കാർ ഇ ടാക്സി കാറുകൾക്ക് ഏർപ്പെടുത്തിയ പുതിയ നിരക്ക് എത്രയാണ്? 5%. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഗായിക വാണി ജയറാമിൻ്റെ യഥാർത്ഥ പേരെന്ത്? കലൈവാണി. അടുത്തിടെ വിക്കിപീഡിയയ്ക്ക് നിരോധനമേർപ്പെടുത്തിയ രാജ്യമേത്? പാകിസ്ഥാൻ. വിഷൻ ഫോർ ഓൾ സ്കൂൾ ഐ ഹെൽത്ത് പ്രോഗ്രാം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഗോവ. അടുത്തിടെ അന്തരിച്ച പാകിസ്ഥാൻ മുൻ പ്രസിഡന്റും പട്ടാള മേധാവിയുമായിരുന്ന വ്യക്തി? പർവേസ് മുഷറഫ്. ISROയും നാസയും സംയുക്തമായി വിക്ഷേപിക്കുന്ന ഭൗമ നിരീക്ഷണ കൃത്രിമ ഉപഗ്രഹം? നിസാർ. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? മിഷ്ടി. പോർ വിമാനങ്ങളും ഡ്രോണുകളും ഉൾക്കൊള്ളുവാൻ ശേഷിയുള്ള ഈഗിൾ 4 എന്ന ഗ്രൗണ്ട് എയർഫോഴ്സ് ബേസ് തങ്ങൾക്കുണ്ടെന്ന് വെളിപ്പെടുത്തിയ രാജ്യം ഏത്? ഇറാൻ. നരേന്ദ്രമോദി 2023 ഇന്ത്യ എനർജി വീക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്ത നഗരം ഏത്? ബാംഗ്ലൂർ. കേരള ക്ഷീര വികസന വകുപ്പിൻ്റെ ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത്? JS സജു. ഗോവയിൽ കടൽ തീരത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി അവതരിപ്പിക്കപ്പെട്ട റോബോട്ട്? ഔറസ്. ആണവോർജവുമായി ബന്ധപ്പെട്ട് പരസ്പര സഹകരണത്തിന് റഷ്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ച ഏഷ്യൻ രാജ്യം? മ്യാൻമാർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്തായി മാറിയത്? തിരുവനന്തപുരത്ത് കിളിമാനൂർ. കേരള നിയമസഭയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ, ചോദ്യോത്തരങ്ങൾ, മറ്റ് രേഖകൾ എന്നിവ നിയമസഭാ സാമാജികർക്ക് ലഭ്യമാക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്പ്? ഈ നിയമസഭ ആപ്പ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റ് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്ക് എത്ര ശതമാനമാണ് വർദ്ധിപ്പിച്ചത്? 0.25%. ചാൾസ് മൂന്നാമൻ്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം?
ബ്രിട്ടൻ. കേരളത്തിൽ നടന്ന വ്യാപക പരിശോധനയിൽ പഞ്ഞിമിഠായിയിൽ കണ്ടെത്തിയ ക്യാൻസറിന് കാരണമായേക്കാവുന്ന രാസവസ്തു റോഡമിൻ. അടുത്തിടെ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം 2021-22 വർഷത്തിൽ ആഗോള പാലുൽപാദനത്തിൽ 24% സംഭാവന ചെയ്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമായി മാറിയത് ഇന്ത്യ. ലഡാക്കിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഇന്ത്യൻ കരസേന ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ സദ്ഭാവന. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ് SSLV-D2. ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ വെള്ളമൊഴുകിയിരുന്നതിൻ്റെ ശ്രദ്ധേയമായ തെളിവുകൾ കണ്ടെത്തിയ നാസയുടെ ചൊവ്വ ദൗത്യം ക്യൂരിയോസിറ്റി റോവർ. കേരളത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് കുടിയേറുന്നതിനെപ്പറ്റി പഠിക്കാൻ നിയമിക്കപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ. കേരള കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ആഗോള ബ്രാൻഡ് കേരൾ അഗ്രോ. സുപ്രീം കോടതിയിലേക്ക് 5 പുതിയ ജഡ്ജിമാരുടെ നിയമനത്തോടെ സുപ്രീം കോടതിയിലെ മൊത്തം ജഡ്ജിമാരുടെ എണ്ണം 32. ഫോർച്യൂൺ മാസികയുടെ ലോകത്തിലെ ഏറ്റവും ആദരണീയമായ കമ്പനികളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. എവിടെയാണ് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാലാഘോഡ കലാമേളയ്ക്ക് തുടക്കമായത്? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് തുറന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി ദേശീയ കലോത്സവം സമ്മോഹൻ. ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തിവിടുന്ന ട്യൂബിലൂടെ ഹൃദയവൽവ് മാറ്റുന്ന ശസ്ത്രക്രിയ ടാവി ശസ്ത്രക്രിയ കേരളത്തിൽ എവിടെയാണ് വിജയകരമായി നടത്തിയത്? കോട്ടയം മെഡിക്കൽ കോളേജിൽ. അടുത്തിടെ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ വിശാഖപട്ടണം. തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലകളിൽ ഇന്ത്യൻ സേന നടത്തുന്ന ഓപ്പറേഷൻ ദോസ്ത്. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ് മാതാപിതാക്കൾ സിയ ആൻഡ് സഹദ്. ഗൂഗിൾ ഡൂഡിലിലൂടെ ആദരിക്കപ്പെട്ട മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസി. 2022 കഥകളി പുരസ്കാരത്തിന് അർഹനായത് കലാമണ്ഡലം രാം മോഹൻ. രാജ്യസഭയുടെ ഉപാധ്യക്ഷ പാനലിൽ അംഗമാകുന്ന നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ അംഗം PT ഉഷ. ഏഷ്യയിൽ ആദ്യമായി ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ ആഘോഷിച്ചത് എവിടെയാണ്? മധ്യപ്രദേശിൽ. പെൺകുട്ടികൾക്ക് വേണ്ടി ആരോഹിണി പഹൽ എന്ന ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്.